എങ്ങനെയുണ്ട്? ഇപ്പൊ മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന്? എന്താ അമ്മക്ക്? എനിക്കൊന്നുമില്ല. നിനക്കിപ്പോ എങ്ങനെയുണ്ടെന്നാ ഞാൻ ചോദിച്ചത്. എനിക്കൊരു കുഴപ്പമില്ല അമ്മ. ഒരു കുഴപ്പമില്ല. എനിക്കെന്താ കുഴപ്പം? എടാ നീ ഇന്നലെ ഈ മൂക്കറ്റം കുടിച്ചുകൊണ്ട് ഇവിടെ കണിച്ച ബഹളമൊക്കെ തോന്നായിരുന്നടാ? ഓ അത് ഇന്നലെ പറ്റിപ്പോയതമ്മ. എങ്ങനെ പറ്റിപ്പോയി? എടാ നീ മരണമെന്ന് പറഞ്ഞ് ഇവിടെ എന്നെ കിടന്ന് വിഷമിപ്പിച്ച നിനക്ക് ഓർമ്മയുണ്ട? ഞങ്ങളെ രണ്ടുപേരെയും. മരണോ? അല്ല മരണം. അതല്ലേ, അതിലിപ്പോ എന്താണ് ഇത്ര വലിയ കാര്യം? എന്റെ അമ്മ മരണം എന്ന് പറയുന്നത് ഇത്ര വലിയ സംഭവമൊന്നുമല്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ കൂടെ ഉള്ളതാണ് മരണം. തന്നെയല്ലോ. അത് ഏത് നിമിഷവും സംഭവിക്കും. അപ്പൊ പിന്നെ നീ അതിനെ വിളിച്ചു വരുത്തണ്ട കേട്ടാ. വേണ്ട. പറഞ്ഞോട് കടി അങ്ങോട്ട്. എന്തുവാണെന്ന് ഞാൻ കുളിച്ചിട്ട് വരാം. അവിടെ നിന്നെ അങ്ങോട്ട്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഓ ഇനിയിപ്പോ നീ ചോദിക്കണം എന്താണ് എന്റെ ഉദ്ദേശം? ഒരു ഉദ്ദേശമില്ല. നിങ്ങൾ ഇന്നലെ എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടിയത്? അത് കള്ളുടിച്ചിട്ടല്ലേ ചെറുതായിട്ട്. ചെറുതായിട്ടാ? കാലൊക്കെ ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്ക് കുറച്ച് കഴിച്ചാ മതി. അപ്പൊ കഴിക്കാൻ പോവരുത് അമ്മ. അത് ആ മത്തായിക്ക് കണക്ഷൻ കൊടുത്തപ്പോ അങ്ങേരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്തതാണ്. അയാൾ എനിക്ക് പൈസ തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൈസ വേണ്ട, ഹവിൽദാരുടെ മോനാണെങ്കിൽ ഞാൻ പൈസയെ വാങ്ങിക്കില്ല എന്ന് പറഞ്ഞു. അത് നല്ലത്. അപ്പൊ പുള്ളി പറഞ്ഞു എന്നാ പിന്നെ ചെറുതായിട്ടൊരു പാർട്ടി ആവാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കൂടെ പോയതാണ്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ സമ്മതിക്കണ്ടേ? ഇതിലും വേറെ പൈസ മേടിച്ചാ മതിയായിരുന്നു. അതെങ്ങനെയാണ്? പൈസ വാങ്ങിച്ച കൈക്കൂലിക്കാരനാവില്ലടി. കൈക്കൂലിക്കാരനൊക്കെ നല്ലതാ കള്ളുടിയാൻ. ഒട്ടുമല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ ഇനിയും കുടിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോകും കേട്ടോ അമ്മേ. എന്തൊരു കഷ്ടാണ്. ഞാൻ ഇനി കുടിക്കില്ല, നിർത്തി. ഇതോടെ നിർത്തി. ഇതെല്ലാ കള്ളുടിയന്മാരും പറയണതാ. ഇതാണ് നിർത്തി എന്ന് പറഞ്ഞെന്താ നിങ്ങൾക്ക് കേട്ടാൽ? ഇനി കുടിക്കില്ലമ്മ, ഇനി കുടിക്കില്ല സത്യം. അല്ല വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അന്നത്തിന് വക ഉണ്ടാക്കി തന്നെ നിങ്ങളുടെ ജോലിയാണോ? പിന്നെ ജോലിയല്ലേ. അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തിയേ? എന്ത് സാധനം? നിങ്ങളുടെ സ്ക്രൂ ഡ്രൈവറും തൊപ്പിയൊക്കെ എവിടെയെന്ന്? അവിടെ ഇരിപ്പുണ്ട്. അവിടെ ഇല്ലേ? പിന്നെ അവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെ ഉണ്ടായിരുന്നു? പിന്നെ എവിടെ? അതെല്ലാം ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോയി. നിങ്ങൾ എറിഞ്ഞു കളഞ്ഞു ഇന്നലെ ബോധമില്ലാതെ. എറിഞ്ഞു കളഞ്ഞതാ? ആര്? ഞാൻ അറിഞ്ഞടാ. നീ അറിഞ്ഞ? നീ എന്തിനാ സാധനം എടുത്ത് എറിഞ്ഞത് പറ. ഞാൻ മാത്രമല്ല, അമ്മായിയപ്പനും ഉണ്ടായിരുന്നു. ഓഹോ, അപ്പൊ തങ്കത്തിന്റെ അമ്മായിപ്പ എന്ന് വന്ന് പറയുന്നു? തങ്കത്തിന്റെ ലളിയാ, തങ്കത്തിന്റെ കെട്ടിയോന്റെ അമ്മായിയപ്പായി എന്ന് വെച്ചാ? അതായത് നിന്റെ തന്ത. അമ്മ രാവിലെ നീ എന്റെ ഹവിൽദാരെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം രക്ഷപ്പെട്ടു. ഞാനല്ലേ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത് മൊത്തം. അപ്പൊ ഈ പാവപ്പെട്ടവന് എന്തും പറയാം, ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. നീ ഡയലോഗ് നിർത്തിയ സാധനം ഇവിടെ എറിഞ്ഞത് പറ. പോടാ. അല്ല ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കണ്. വെറുതെ ഇവിടെ മാന്യമായിട്ട് സന്തോഷത്തോടെ കുടുംബവും നോക്കി കുട്ടികളെ നോക്കി ജീവിക്കണ്. അവന് ഒരു വിലയില്ല. ഒരുത്തൻ കള്ളം കുടിച്ച് കൂത്താടി ഇവിടെ വന്ന് ബായി തോന്നിൽ തെറിയും വിളിച്ച് പറയണ അവനെടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടല്ലോ. എന്റെ ക്ലീറ്റസ്, ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് നീയാണ്. നിങ്ങൾ ഒരാളാ ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം. കള്ളും കുടിച്ച് ബോധമില്ലാതെ കയറി വന്നിട്ട് ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നായി പറയണേ? നിങ്ങളല്ലേ കള്ളുടിച്ചത്? കള്ളുടിച്ച് ഞാനാണ്, പക്ഷെ സാധനം എടുത്ത് വലിച്ചെറിഞ്ഞ അവനല്ലേ? അല്ല, നിങ്ങളോ നിങ്ങളുടെ തൊപ്പി എടുത്ത് വലിച്ചെറിഞ്ഞേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ സാധനം എടുത്തോണ്ട് വരാതെ എന്റെ കയ്യിൽ നിന്ന് ഒരിറ്റ വെള്ളം ഞാൻ തരില്ല. അമ്മ എങ്ങാനും കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം. കുടിച്ചത് തന്നെ. നീ മാത്രമേ ഇവിടെ കള്ളു കുടിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ സ്വഭാവത്തോടെ നിൽക്കുന്നവരാ കേട്ടോ. ആ സാധനം എവിടേക്കാന്ന് എറിഞ്ഞളഞ്ഞത്? ഞാൻ എവിടെ എറിഞ്ഞതെന്ന് പറയാന്ന്. അങ്ങറ്റ അവിടെ പപ്പായ ഉണ്ടോ? ആ പപ്പായയുടെ അങ്ങേയറ്റം. പപ്പായയുടെ അങ്ങേയറ്റോ? അങ്ങേയറ്റം പോയി. അപ്പൊ ഇങ്ങേയറ്റം ഇവിടെ. ഓക്കെ, എടുത്തിട്ട് വരാം. എന്റെ പൊന്നു വച്ച എങ്ങനെ സഹിക്കുന്നവനെ? അമ്മ! അയ്യോ അമ്മ! 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 അയ്യോ! എന്തോ കടിച്ചോ? എന്തോ കടിച്ചോ?
ആ ഇതിലഴിഞ്ഞു പോയാണ്ടല്ലേ അയ്യോ അപ്പൊ പാമ്പ് തന്നെ. നോക്കട്ടെ, നോക്കട്ടെ. ദേ, ഈ മുറിവ് കണ്ടോ? എനിക്ക് പാമ്പ് തന്നെ, പാമ്പ്. ഇതിലെ പാമ്പ് കൊണ്ടു. അത് കെട്ടി. അമ്മച്ചി. കെട്ടി. അയ്യോ അപ്പൊ പാമ്പ് തന്നെ പാമ്പ് തന്നെ അയ്യോ എന്നെ പാമ്പ് കടിച്ചോളി നീ എന്തിനാണ് പാമ്പിന് കടിക്കാൻ കാലുകൊണ്ട് വെച്ചു കൊടുക്കുക? വല്ല കാര്യമുണ്ടോ? എന്നെ പാമ്പ് കടിച്ചോളിയാ ആ മതി മതി അയ്യോ അളിയാ കാല് തറയിൽ കൊടുക്കണ്ട. അയ്യോ എനിക്ക് തളർച്ച തോന്നണിയാ വേണ്ട വേണ്ട ഇച്ചിരി ഇരുന്ന് കാറ്റ് കൊള്ളാം. ഞാനിവിടെ ഇച്ചിരി കാറ്റ് കൊള്ളാം. അങ്ങോട്ട് പോ. നീ ഇവിടെ വേണ്ട. നീ പാമ്പുണ്ടാവുക. അയ്യോ അയ്യോ ചിലപ്പോ വല്ല അയ്യോ അയ്യോ ഒരടി വെച്ച് അയ്യോ നീ വെക്കണ്ട. അയ്യോ ഒന്ന് മുറുകെ പിടിച്ചോ. ഞാനിപ്പോ ചാവേ മുറുകെ വെച്ചേ. ഞാനിപ്പോ ചാവേ മതി മതി അമ്മ അളിയൻ കണ്ടോ എന്താണെന്നുള്ളത്? ആ എന്താ എന്താ ഇത്ര നീളുണ്ട് പോയി പാമ്പ് തന്നെ. നോക്കട്ടെ, പല്ല് പല്ല്. അയ്യോ വർത്താനം പറയണ്ട. നിങ്ങൾ പോയി ഒരു വോട്ട് ആശുപത്രി എത്തിക്കാൻ നോക്കി പല്ല് വിളിക്കുന്നത് ഹർത്താലല്ലേ അമ്മ? ഏതാ പല്ലുണ്ടോ നോക്കിയോ അതിന്റെ വിഷപ്പല്ല്? എനിക്ക് തൊണ്ട വരലണം അമ്മ വെള്ളം കുടിച്ചില്ലേ ഞാനിപ്പോ ചത്തു അയ്യോ ഞാൻ ചാവും അമ്മ ഇല്ല മക്കളെ ഞാൻ മരിക്കും അമ്മ ഞാൻ മരിക്കും ഞാൻ മരിച്ചു കഴിഞ്ഞ എന്റെ തങ്കം നിനക്ക് ആരുണ്ടടി നിനക്ക് ആരുണ്ട് തങ്കം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ അമ്മയെ നന്നായിട്ട് നോക്കണം നീ പറയണോ ഞാൻ നോക്കൂല ഒന്നും സംഭവിക്കൂല അതിന്റെ അർത്ഥം ഞാൻ ചാവുന്നില്ലല്ലേ അയ്യോ അമ്മ കടച്ചില് കൂടി വരണം അമ്മ മോളെ നീ വിട്ടോ നീ ഇനി എന്നെ നോക്കണ്ട നീ ഏതെങ്കിലും നല്ല ആളെ കല്യാണം കഴിഞ്ഞത് സുഖമായിട്ട് ജീവിച്ചോ കേട്ടോ എന്റെ അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് സങ്കടം. ഇല്ല മോനെ എന്റെ മോനൊന്നും ഉണ്ടാവത്തില്ല ആശുപത്രി പോവാം ആശ്വാസം കിട്ടും അയ്യോ അയ്യോ എന്റെ തലയിലൂടെ എന്തോ പെരുപ്പ് ഒന്നുമില്ല അയ്യോ എന്റെ കണ്ണു കൂടും പെട്രോളൊക്കെ അടിച്ചു തരാം. നീ ഒന്ന് പെട്ടെന്ന് വാ. ആ, ശരി ശരി. അതെ അൻസാറ് പുതിയ കാറും കൊണ്ടുവരാതെ കഴിയണ്ട കൊണ്ടുവരാൻ പറ കൊണ്ടുവരുമാ. വെള്ളം വലിയ കൊടുക്ക്. അൻസാറിന്റെ കാറാണോ അൻസാറിന്റെ കാറ് അവൻ വരില്ല പരിപാടിയാ. ആ ഇല്ല എന്റെ ആവശ്യം എന്താ പറയുക? അതാ ഞാൻ പറഞ്ഞു വരില്ല അത് ഓ അളിയ സമാധാനം. അയ്യോ 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 ഇതാ പോണു നിനക്കൊന്നുമില്ല വിഷം കേറൂല കേറി ഇല്ല വിഷം കയറി പോണ്ടല്ലേ വിഷം കയറി പോണ്ട് അൻസാറേ എന്റെ കാര്യം പോക്കാൻ ഞാൻ മരിക്കാൻ സാറേ പേടിക്കണ്ട ഒന്നുമില്ല. ഇവിടെ കയറാം ഇവിടെ കയറാം കാല് പൊക്കി വെക്കടാ, കാല് പൊക്കി വെക്ക്. അയ്യോ അയ്യോ ക്ലിറ്റസ് ഇവിടെ കയറ്. അമ്മ അമ്മ എല്ലാരും വിളി. ഞാനും കൂടെ കയറാം വേറെ പ്രശ്നമുണ്ട്. ഹർത്താലാണ്, വണ്ടി തടയും, മറ്റേ ബോർഡ് വെക്കണ്ടേ? വിവാഹം, മരണം, എയർപോർട്ട്, ഏത് ബോർഡ് വെക്കണം? ഒരു കാര്യം ചെയ്യാം. മരണം ഉണ്ടെങ്കിൽ എടുത്തു ആളും അല്ലെങ്കിൽ വേണ്ട ഒരു കാര്യം ചെയ്യാൻ ഞാൻ നോക്കിക്കോളാം. നീ തങ്കം അമ്മ ഒന്നുമില്ല അമ്മ. തങ്കമ്മ തങ്കമ്മ ഞങ്ങൾ ആ മിഷൻ മെഡിക്കൽ ഹോസ്പിറ്റലിലോട്ടാ പോണത് കേട്ടാ. തങ്കമ്മ ഒന്നുമില്ലടയാ
അവിടെ നിർത്തി അവിടെ നിർത്തി. പാമ്പിനാണ് കടിച്ചേ? എവിടെ എന്താന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞവര്? ഫോൺ കൊണ്ടുപോയില്ല. ഫോണ് കൊണ്ടായില്ലെങ്കിൽ എന്തെങ്കിലും ആരുടെയും ഫോണിൽ വിളിച്ചു പറഞ്ഞൂടെ? ഇല്ല, ഇങ്ങോട്ട് വിളിച്ചില്ല. ഏത് ആസ്പത്രിക്കാ കൊണ്ടേ? മിഷൻ ആശുപത്രിയിലോട്ടെന്ന് പറഞ്ഞു. അതെ, എന്നാ ഞാനൊന്ന് പോയി. ആ, അവൻ പോയാ? ഇനിയിപ്പോ ഞാനെങ്ങനെ പോവാ? അമ്മ പേടിയാവണം, അവന് നല്ലോണം വയ്യ. ഇല്ല, എന്തേലും സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ അവ ഏതെങ്കിലും ഫോണിൽ വിളിച്ചു പറയല്ലോ. എന്തിനാ ഈ നേരം വിളിച്ചാൽ അവൻ അവിടെ ഇവിടെ തൊടിയിലേക്ക് കയറിപ്പോയത്? ഇന്നലെ ഒന്നും പറയണ്ട, എന്തൊക്കെ കള്ളു കുടിച്ച് എന്താ എടുത്തെറിഞ്ഞു നോക്ക്, അത് മേടിക്കാൻ വേണ്ടി പോയതാ. പാമ്പിനെ കണ്ടു അവൻ? അങ്ങനെ പറയണ ആരറിയണ, അവനാണെങ്കിൽ വയ്യാതായി. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാൻ? ഇപ്പൊ ഹർത്താലായിട്ടൊരു വണ്ടിയും കിട്ടാനില്ലല്ലോ ദൈവം. ഇത് നമുക്ക് എല്ലാവർക്കും കൂടി പോവാ. ഒരു വണ്ടി വരണ്ടല്ലോ. ടാക്സിയിലാ പോയി? ഇതാ വണ്ടി. അവര് വന്നല്ലോ. അമ്മേ, എന്തേ എന്തേ? മുറിവ് എവിടെ നോക്കട്ടെ? ഇല്ലമ്മ, വേറെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പം അവന്റെ കാലിലല്ലടി, അവന്റെ തലയ്ക്കാ കുഴപ്പം. എന്റെ നാത്തുനെ ഒരു ചെറിയ മുള്ളു കൊണ്ടതാ, അതിനാ പാമ്പും ചേമ്പും. അപ്പൊ പിന്നെ ഇവൻ തല കറങ്ങി വീണതോ? എനിക്കും അതാ മനസ്സിലാകത്ത. എങ്ങനെ ഈ തലകറക്കുണ്ടായെന്ന് മനസ്സിലാവണം. തലകറക്കം ഉണ്ടായത് ചുമ്മാ അല്ലളിയാ, നിന്റെ പേടിയാ, പേടിത്തൂറി. എന്ത് പേടിത്തൂറി? പിന്നെ പറഞ്ഞ എന്നെ പാമ്പ് പേടിച്ചാന്ന്. ആഹാ, ഭർത്താവ് ഇത് കൊള്ളാം. നീ അല്ലേ പറഞ്ഞ എന്തോ എഴഞ്ഞു പോകുന്നുണ്ടെന്ന്? എഴഞ്ഞു പോകുന്നത് കണ്ടു. അപ്പൊ എഴഞ്ഞു പോകുന്നത് പാമ്പല്ലേടാ? എഴഞ്ഞു പോകുന്ന മുഴുവൻ പാമ്പാണോ? പിന്നെ അരണയ്ക്ക് എഴഞ്ഞൂടെ? ഓന്തിൽ എഴഞ്ഞൂടെ? നീ അല്ലേ പറഞ്ഞ ഇത്ര നീളമുള്ള എന്താണ് എഴഞ്ഞു പോയെന്ന്? അരണേ പോകുന്നത് ഇത്ര നീളം ഉണ്ടോ? ഞാൻ അതിന്റെ നീളമൊന്നും നോക്കില്ല. എന്തോ ഒരു സാധനം അഴഞ്ഞു പോയാൽ ഞാൻ കണ്ടു. ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവന്റെ തോന്നിയ ദിവസം വർത്താനം കണ്ടില്ലയോ? കള്ള് കുടിച്ചോണ്ടായാലും കള്ള് കുടിക്കാതെ ആയാലും മര്യാദക്ക് ജോലിക്ക് പോകാൻ നോക്കടാ. അങ്ങനെ അമ്മ ജോലിക്ക് പോണേ. സ്ക്രൂ ഡ്രൈവർ ഇപ്പോഴും അവിടെ കിടക്കല്ലേ? പോ. അതെ അളിയാ, നീ കൂടെ ഒന്ന് വാളിയാ. എനിക്ക് പേടിയടാ. പോയി എടുത്തോണ്ട് പോയാ മതി, പോണ്ട. Versus Alien.